ഹലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ അതായത് മാജിക്കൽ പ്രാക്ടീസിൻ്റെ 12th ഡേ പറയാനാണ്. ഒരു നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡേ തന്നെയാണെന്ന് പറയാം ഈ ഒരു ഡേ. കാരണം എപ്പോഴും ഞാൻ ഈ ഒരു കാര്യം ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിത് എങ്ങനെയുള്ളതാണെന്ന് പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ ചെയ്ത പ്രാക്ടീസുകളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നോ? കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കതിനുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവുള്ളൂ. കേൾക്കുമ്പോൾ ഇത് സിമ്പിളാണ്, പക്ഷെ എന്നാൽ ഒരു പ്രചോദനം തരുന്ന വാക്കുകളാണെന്ന് നിങ്ങൾക്കൊരു പക്ഷെ തോന്നുമായിരിക്കും. പക്ഷെ അത് ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റം വരില്ല. അപ്പോൾ നിങ്ങളത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് പ്രാക്ടീസ് ചെയ്യണം. 10 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ബുക്കിൽ എഴുതുക. പിന്നെ അതുമല്ലെങ്കിൽ നിങ്ങൾ കെടുക്കാൻ നേരത്ത് നിങ്ങളോട് തന്നെ ഒന്ന് ഒരു നെഞ്ചിൽ കൈ വെച്ചിട്ട്, നമ്മളുടെ ഏത് മതവിശ്വാസത്തിലുള്ളവരാണോ നിങ്ങൾ എങ്കിലും ആ ദൈവത്തിനോട് അന്നത്തെ കിട്ടിയ അനുഗ്രഹങ്ങളിലോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, അതായത് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി ഇത് ചെയ്യാനൊക്കെ ഒരു മടി ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പം നിർബന്ധമായിട്ടും നിങ്ങളെ കൊണ്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരിക്കും. പിന്നെ ക്ലാസ് പല രീതിയിലുള്ളതുണ്ട്. വളരെ പൈസ കുറഞ്ഞ രീതി തുടങ്ങി, അതായത് സാധാരണക്കാർക്ക് പറ്റാവുന്ന ചെറിയ സംഖ്യ തുടങ്ങി പലതരം ബാച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു സിൽവർ ക്ലാസ്, ഗോൾഡ് ക്ലാസ്, പിന്നെ അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള സെക്ഷൻ ഉണ്ട്, പിന്നെ പ്ലാറ്റിനം ഉണ്ട്. അപ്പം ഏത് തരത്തിലുള്ളതായാലും ഓരോന്നിൻ്റെയും ചാർജ് ഡിഫറൻസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്ലാസ് സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ക്ലാസ് ആവശ്യമുള്ളവരാണെങ്കിൽ അതെന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ബിസിനസ്സിൽ മെച്ചപ്പെടണം എന്നുണ്ടെങ്കിലും, സാമ്പത്തികമായിട്ട് മെച്ചപ്പെടണം എന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും, നമ്മളുടെ മക്കളെ നല്ല രീതിയിൽ നോക്കാൻ പറ്റാത്തതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എന്ത് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ എല്ലാം ഉണ്ട്, പക്ഷെ എന്നാൽ എന്തൊക്കെയോ ഇല്ലാത്തൊരു എവിടെയോ സ്റ്റക്കായി നിൽക്കണ പോലെ, എന്താണെന്നറിയില്ല, എന്നാൽ എനിക്ക് വലിയ സുഖമില്ല, എവിടേക്കോ എന്തൊക്കെയോ ടെൻഷനുള്ള പോലെ, എൻ്റെ ജീവിതം ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ പോലും എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം എന്നിലൂടെ ഞാനും നിങ്ങളും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും എന്നുള്ളതിൽ എനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്കതിന് സാധിക്കും എന്നുള്ള 100% കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ആവുക, അതല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം, ഓൺലി വാട്സപ്പ്. ഓക്കെ. അപ്പോൾ ക്ലാസ്സിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ. കമൻറ്റ് രൂപേണ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം ചെറിയ കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ. അപ്പോൾ ക്ലാസ്സിന് ആവശ്യമുള്ളവർ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. വേറെ ഒന്നുമല്ല, 12th ഡേ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് മാജിക്കൽ പീപ്പിൾ ഹൂ മെയ്ഡ് എ ഡിഫറൻസ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ പല വ്യക്തികളും നമുക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് കാരണമായിട്ടുണ്ടാവും. അവർ നമുക്ക് വളരെ പ്രചോദനകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ പ്രവൃത്തിയിൽ നമ്മൾ അവരെ ഫോളോ ചെയ്ത് പോയിട്ട് അവരിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഡേ. അത് ഇന്ന് തന്നെ അല്ല കേട്ടോ, ജീവിതത്തിലുടനീളം നമ്മൾ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. ഒരു പക്ഷേ നമ്മളുടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പറയും. മാതാവ് പിതാവ് എന്ന് മനസ്സിൽ, ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ അക്കാദമിക് ലെവലിൽ നമുക്ക് വിദ്യാഭ്യാസം തന്നിട്ടുള്ള ഗുരുക്കന്മാർ തന്നെയല്ല. നമ്മളുടെ ചുറ്റുപാടും കാണുന്ന ഓരോ ആളുകളും നമ്മളുടെ ഗുരുക്കന്മാരാണ്. ഒരുപക്ഷെ നമ്മൾ ഒരു പാചകം പഠിച്ചിട്ടുള്ളത്
നമ്മൾ ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ സഹായത്തിന് വരുന്ന ഒരാളിൽ നിന്നായിരിക്കാം, അല്ല പല വ്യക്തികളിൽ നിന്നായിരിക്കാം നമ്മളൊരു പാചകം പഠിച്ചിട്ടുണ്ടെങ്കിൽ. അതല്ല നമ്മൾ എന്തിനും സംസാരിക്കാൻ പഠിച്ചത്, നല്ല നല്ല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചത് ഒരു പക്ഷെ ഒരു ബുക്കിൽ നിന്നായിരിക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ നല്ല പെരുമാറാൻ പഠിച്ചിട്ടുള്ളത് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം. ചിലപ്പോൾ ഒരു യൂട്യൂബറിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ഒരു ഡോക്ടറിൽ നിന്നായിരിക്കാം, അല്ല നൈബേഴ്സിൽ നിന്നായിരിക്കാം. അങ്ങനെ പല വ്യക്തികളും നമ്മളുടെ ജീവിതത്തിൽ പല തരത്തിലും കടന്നു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ വ്യക്തികളും നമ്മളുടെ ഗുരുക്കന്മാരാണെന്നുള്ളതാണ് സത്യം. ഞാൻ കാണുന്ന ഓരോ വ്യക്തികളും ഒന്നിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല കഴിവുകളുള്ളവരാണ്. അത് ഏറ്റവും അതിന് ഒരാളെപ്പോലും ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയെ പോലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആരൊക്കെയായിട്ടോ ഞാൻ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടോ, ആരൊക്കെയായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ, അവരിൽ നിന്നെല്ലാം എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ളതാണ് ഞാനായിട്ട് ഇടപഴകുന്ന വ്യക്തികളിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ അവർക്ക് ഒരുപാട് കുറവുകൾ ചില കാര്യങ്ങൾക്ക് ഉണ്ടായിരിക്കാം, പക്ഷെ ചില കാര്യങ്ങൾ അവർ ഭയങ്കര ക്വാളിറ്റി ഉള്ളവരായിരിക്കും. അപ്പം നമ്മളവരെ ക്വാളിറ്റികൾ മാത്രം കണ്ടിട്ട് അതിനെ നമ്മൾ ക്യാച്ച് ചെയ്യാൻ നോക്കുക, നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഇന്നത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം ആരാന്നുള്ളത്. അപ്പോൾ ഒരു 3 വ്യക്തികളുടെ പേര് നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മളുടെ മനസ്സിലൂടെ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം. അപ്പോൾ അവരോർത്തിട്ട് ഒരു റൂമിലിരുന്നിട്ട് അവർക്ക് നമ്മൾ നന്ദി പറയാം. എണ്ണി പറയുന്ന, അതായത് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എണ്ണി പറയുന്ന രീതിയിൽ മറ്റാരും കേൾക്കണ്ട. ഒന്നില്ലെങ്കിൽ എഴുതണോണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബുക്കിൽ അവർ ഇന്നത് ചെയ്തിട്ട് അവർക്ക് ആ സമയത്ത് എനിക്ക് എത്രത്തോളം അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. സാമ്പത്തികമായിട്ട് എല്ലാവർക്കും സഹായിക്കാനൊന്നും സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഒരിക്കലും നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കാത്ത ഒരു വ്യക്തികളെ നമ്മൾ നിന്ദിച്ച് പറയരുത്. ഒരുപക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടാവും. അവർ ചിലപ്പോൾ ഒരു വീട് പണിതിട്ടുണ്ടാവും, ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം, അവരെ മക്കളെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടു പോകുന്നവരായിരിക്കാം. പക്ഷെ അവർക്കൊരിക്കലും മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് തിരിച്ച്, അതായത് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു സാമ്പത്തികം അവരുടെ കയ്യിലുണ്ടാവില്ല. അവരുടെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഭംഗിയായിട്ട് നടത്തുന്നതിന് തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെടും. അപ്പോൾ ഇത് പുറമേ നിന്ന് കാണുന്ന ഒരു വ്യക്തി അവരോട് സഹായം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളവരെ ഒരിക്കലും വേറൊരു കണ്ണിൽ കാണരുതെന്നുള്ളതാണ് സത്യം. കാരണം നിങ്ങൾ അതേ രീതിയിൽ ചിന്തിക്കുക. ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പൈസ സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിച്ചുകൂടാന്ന് നിങ്ങൾ പതുക്കെ മീൻസ് നിരന്തരം ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കി മാറ്റാം. അല്ലാതെ ഒരു വ്യക്തി നമുക്ക് പൈസ ഉണ്ടായിട്ട് തന്നില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരാളുകൾ അധികം സമ്പാദ്യമുള്ളവരൊക്കെ നമുക്ക് തരുമായിരിക്കും കേട്ടോ. പക്ഷേ ഈ സാമ്പത്തികമായിട്ട് സഹായിക്കാത്തതിൻ്റെ പേരിൽ ഒരാളെയും നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. ഒരുപക്ഷെ അവർക്ക് മറ്റുള്ള കാര്യത്തിന് ഒരു ഫോൺ വിളിക്കുമ്പോൾ അവർ നമുക്ക് എന്തെങ്കിലും നല്ലൊരു വാക്ക് പറഞ്ഞു തരും. ചിലർ പറയും ഞാൻ പ്രാർത്ഥിക്കാട്ടാ. അപ്പോൾ ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പുച്ഛിച്ച് കാണേണ്ട, അവർ ചിലപ്പോൾ ഉള്ളി തട്ടി ആത്മാർത്ഥമായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെ പുച്ഛിച്ചൊന്നും കാണണ്ട, അവരുണ്ടായിട്ട് തന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഒരു പക്ഷേ ഉണ്ടായിട്ടായിരിക്കാം, പക്ഷെ അവർക്കത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ള പൈസ ആയിരിക്കില്ല. അങ്ങനെ വിചാരിച്ചൂടെ? അതായത് അവരെ കുറ്റം പറയാൻ നിൽക്കണ്ട, അതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവർ മാത്രമല്ല നമ്മളുടെ സഹായികൾ. ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ടായിരിക്കാം, ചില ബുക്ക് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇന്നൊരു കോഴ്സിന് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്യുന്ന ചില വാക്കുകളായിരിക്കാം നമ്മളുടെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്ത് നമ്മളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഒന്നിനെയും നമുക്ക് കുറച്ച് കാണേണ്ട കാര്യമില്ല. ഓരോ വ്യക്തികൾക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസിൽ മാത്രം നമ്മൾ ഓരോ വ്യക്തിയെയും കാണുക എന്നുള്ളതാണ്. എൻ്റെ 3 ആൾ പറയാൻ പറഞ്ഞില്ലേ, 2 ആൾ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റും. 3ാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3ാമത്തെ ഒരു വ്യക്തി മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല, ഒരുപാട് ആളുകൾ ചേരുന്നതാണ് എൻ്റെ 3ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ 2 വ്യക്തികളുടെ ഒരു ഏകദേശം ക്വാളിറ്റി ഞാൻ പറഞ്ഞു തരട്ടെ. ഒരാൾ എന്നെക്കുറിച്ച് എപ്പോഴും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് എനിക്ക് ഇങ്ങനത്തെ കഴിവുണ്ട്, കാര്യം എനിക്ക് വലിയ കഴിവൊന്നുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, എങ്കിലും
ആൾ പറയുന്ന അത്ര കഴിവുകളൊന്നും ഉണ്ടായി, അത് ഒട്ടും മോശമൊന്നും പറയണില്ല കേട്ടോ. അപ്പോൾ ഇന്ന കഴിവുണ്ടെന്ന് എണ്ണി എൻ്റെ കഴിവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്നത് സാധിക്കുന്നു എപ്പോഴും ഇങ്ങനെ പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരാൾ. അതുപോലെ തന്നെ ഒന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ പതുക്കെ പഴയ ആളായിട്ട് വരൂ എന്നും പറഞ്ഞിട്ട്, അതായത് എന്നിൽ പുതുമ ഉണ്ടാക്കാൻ ആൾ പറയാറില്ല, പുതിയൊരാളെ സൃഷ്ടിക്കാൻ പറയാറില്ല, എന്നിലുള്ള പഴയ ആളിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരാൾ. പിന്നെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ആ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ കഴിവുകളൊന്നും ഇന്നുവരെ പ്രശംസിച്ച് പറയേ അല്ലെങ്കിൽ പുകഴ്ത്തി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരുപാട് ടൈം എനിക്ക് തരും. അതുമാത്രമല്ല, ഒരിക്കലും നിന്ദിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷെ ഞാൻ പകരം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എടുക്കാനുണ്ട്. ആൾ സംസാരിക്കുന്ന രീതിയിൽ നിന്നും, ആൾ പെരുമാറുന്ന രീതിയിൽ നിന്നും, ആൾ ഫോളോ ചെയ്യുന്ന ബാക്കി ഓരോ കാര്യങ്ങളിൽ നിന്നും ഞാൻ ഓരോന്നും ഇങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അതുമാത്രമല്ല, ഞാൻ എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാൻ എൻ്റെ കാര്യങ്ങൾ. ആളെന്നെ തിരിച്ചു ഒന്നും പുകഴ്ത്തില്ല. അപ്പം ഞാൻ പറയും ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്നും പറഞ്ഞാണ്ട് എൻ്റെ ഓരോ ക്വാളിറ്റികളും ഇയാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ആൾ പറയും, ഇങ്ങനെ സ്വയം പൊക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. ഞാൻ തിരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാശൊക്കെ തന്നാൽ മതി, ഞാൻ ഇഷ്ടംപോലെ പറയാമെന്ന് പറയും. അപ്പോൾ ആളെക്കുറിച്ച് എനിക്ക് ഒരുപാട് മതിപ്പാണ് പറയാനായിട്ട്, ഒരുപാട് ക്വാളിറ്റികളുണ്ട്. ആ ക്വാളിറ്റികളൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അപ്പം അതും എനിക്ക് എൻ്റെ ജീവിതത്തിലുടനീളം ഈ രണ്ട് വ്യക്തികളും എന്നെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അവരിനിയൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഏകദേശം എനിക്ക് അവരിൽ നിന്നും കിട്ടാവുന്നതൊക്കെ പല വാക്കുകളായിക്കോട്ടെ, പല സമയങ്ങളായിക്കോട്ടെ എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഓർത്താൽ തന്നെ നമുക്ക്, പക്ഷേ എന്നും അവരെൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പം ഇങ്ങനെ രണ്ട് വ്യക്തികളുണ്ട്. എപ്പോഴും എല്ലാ ദിവസവും ഓരോ മണിക്കൂറുകളിലും ഓരോ മിനിറ്റുകളിലും ഇവരെക്കുറിച്ച് ഞാൻ ഈ വയസ്സ് വരെ ഞാൻ എന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവർ രണ്ടുപേരും. അപ്പോൾ എനിക്കത് പ്രത്യേകിച്ച് ഒരു ക്ലാസ് കേട്ടിട്ടോ ക്ലാസ്സിൽ നിന്നോ പഠിച്ചിട്ടോ അല്ല ഇവരോട് ഞാൻ നന്ദി പറഞ്ഞിരുന്നത്. എന്നും ഞാൻ അവരോട് നന്ദി പറഞ്ഞിരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. മൂന്നാമത്തെ വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, എണ്ണിയാൽ തീരാത്തത്ര ഒരുപാട് വ്യക്തികൾ എനിക്ക് മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നുണ്ട്. അതും അവരോട് ഞാൻ പല സമയങ്ങളിലായിട്ട് അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഓർത്ത് എന്താ പറയുക, സന്തോഷം കൊണ്ട് പല പ്രാവശ്യങ്ങളിൽ കണ്ണ് നിറഞ്ഞിട്ട് എന്നല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും എൻ്റെ തൊണ്ട ഇടറിപ്പോകുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ വ്യക്തികൾ ഒരുപാട് എനിക്ക് മൂന്നാമത്തെ സെക്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആരാന്നുള്ളത് നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യുക. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിക്കാത്തും പറയാത്തും ഏതെങ്കിലും ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കുക. ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെ മാറ്റിവെക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരാളുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വലിയ മാറ്റവുമായിട്ട് വരാനിടയാവട്ടെ. ഇതുവരെ ചെയ്തിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ്. കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക, ഇന്നത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വ്യത്യാസം ഉണ്ടായെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് പറയാം. ഓക്കെ, പിന്നെന്താ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആഴ്ചയായിട്ടുള്ളൂ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 മാസമെങ്കിലും എടുത്തിട്ട് എനിക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് ഏകദേശം ഒരു കണക്കൂട്ടൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ 2 ആഴ്ച കൊണ്ട് എനിക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആയിട്ടുണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2000 പേര് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ 2000 പേരിൽ ആരെങ്കിൽക്കൊക്കെ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും എനിക്കും അത് ഒരുപാട് നന്മകളുണ്ടാവും. അപ്പോൾ വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയേറെ സന്തോഷമുണ്ട്.
തുടർന്ന് ക്ലാസ്സുകൾ കാണാം. ഇതുവരെ കാണാത്തവരാരെങ്കിലും ഉണ്ട് മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ ഒഴിവ് സമയങ്ങളിൽ ഇരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ വീണ്ടും പറയാണ്, പേജ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു, ബൈ.